ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ കഴിവില്ല. അതാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാത്തന്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പം മാത്തന്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെങ്കിൽ ആര് വേണം? മാത്തൻ വേണം. അതിനായി മാത്തൻ. ഓ പയ്യൊക്കെ എടുക്കും പെണ്ണുമ്പോൾ ഇത് എന്നാ ഇത് ഞാൻ ഒരു കുഞ്ഞല്ലേ. പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതല്ല, പറയൂ, താങ്കളുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ് എടുക്കുന്നത്. പറയൂ. ഒരു മിനിറ്റ് വിട്ടെ എന്റെ ഡേ മൈ ലൈഫാണ്. ഞാനാണ് സംസാരിക്കുമ്പോൾ നീ ഉണ്ടായിരിക്കും, ഞാൻ സംസാരിക്കട്ടെ. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ മാത്തൻ. ഞാനൊരു കുഞ്ഞാണ്. ആ വല്ല ബോധം ഇവ കൊണ്ടു ഞാൻ ഇവളെ കടിച്ചോട്ടെ, നീ ഇവളെ തിരിച്ചു കടിക്കും. ഇത് ഇവിടുത്തെ മര്യാദ. എല്ലാം മട്ടെ. ഇന്നൊരു ഞായറാഴ്ച എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. കാരണം ഞായറാഴ്ച ഇവളെന്നെ ഒത്തിരി ഊട്ടിക്കളിക്കാൻ സമ്മതിക്കും. അതിന്റെ പിന്നിലുള്ള കാരണം അവൾ എന്നെ കുളിപ്പിക്കുമെന്ന്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് മിറ്റുമുയലിൽ ഒന്ന് കാണാൻ പോയി. അവൻ എന്നോട് പറയുമോ അവന് ഡിപ്രഷനാണ്. ഞാൻ ഒരാളെ പോയി സഹിച്ചോളാം. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പിങ്കി പൂച്ച. മിന്നൽ മുറിയാണെന്ന വിചാരം തേക്കെട്ടൊന്ന് സിരിയസ് ആയിട്ടോ. ഞങ്ങൾ രണ്ടുപേരോട് പറമ്പിലൊന്ന് ഓടാൻ ഇറങ്ങിയതാ. പിങ്കി നീ ഓടി, ഞാൻ നിന്നെ പിടിക്കാം. ഓടിയോ എടി അങ്ങോട്ടുള്ള വെറുതെ ഇങ്ങോട്ട് നിക്ക് ഞാനും വരുന്നു ഒറ്റപോലെ. കുഞ്ഞോന്റെ മോനെ എന്നെ വിട്. ഇനിയാണ് എന്റെ കുളി സീൻ. എല്ലാവരും കാണാടിച്ചിരുന്നു. എന്നെ ഈ ആകാശത്ത് നിർത്തി കുളിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാവോ? കയ്യിലിരിപ്പോണ്ടാ. നേരത്തെ നിർത്തിയാൽ ഞാൻ ഓടും. ഞാനൊരു ആങ്കുച്ചല്ലേ. ആരും കണ്ട എന്നെ വിചാരിക്കും എന്റെ കയ്യെ കണ്ടു നെയിൽ പോളിഷ്. 5-6 പെണ്ണുങ്ങളുടെ ഇടയ്ക്കേ പോയി വെച്ചാൽ ഇങ്ങനൊക്കെ ദ്രോഹിക്കാവോ? ഇത്രയും മര്യാദയ്ക്ക് കുളിക്കാൻ നിന്ന് വരുന്ന ഏത് കൊച്ചുണ്ട് ഈ ഭൂലോകത്ത്? എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കൂട്ടിയാൽ മതി. വന്നു മകൾ സമ്മാനം കണ്ടോ? ഇപ്പൊ എന്നെ കാണാൻ ഒരു ഡാഡി ഗിരിജാനെ പോലല്ലേ. എന്നാ പറഞ്ഞോ ഈ പരിപാടി എനിക്ക് ഇഷ്ടം. ഉമ്മയടി ഉമ്മ നല്ല സുഖം. എന്നാ ഞാൻ വാ തുറക്കാൻ എന്റെ വായിക്കട്ട് വെച്ച് കാറ്റടിച്ചിട്ട് അങ്ങനെ മതിയടി. ഇഷ്ടപ്പെടുന്നതിന്റെ സേവനം മതി നിർത്താൻ പറഞ്ഞു. അടിച്ച് പൊട്ടിക്കുക ഞാൻ പൊട്ടിച്ചിരിക്കും. പറഞ്ഞാ ഞാൻ എനിക്ക് ദേഷ്യം വന്നാണല്ലോ. അപ്പൊ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ചത്ത വര കിടക്കാം. ഇപ്പോൾ എന്നെ കൊന്നില്ലെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.